അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് ആയി. ജൂൺ 1 വരെയാണ് ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ കേജ്രിവാൾ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. ഇഡിയുടെ വാദങ്ങൾ സുപ്രീം കോടതി പൂർണ്ണമായും തള്ളി. വളരെ ശക്തമായ എതിർപ്പായിരുന്നു ഇഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ഉന്നയിച്ചത്. അരവിന്ദ് കെജ്രിവാളിന് 21 ദിവസത്തെ ജാമ്യം അനുവദിച്ചതോടെ കേന്ദ്ര സർക്കാരിനും ഇഡിക്കും വൻ തിരിച്ചടിയായി. മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയും. കെജ്രിവാളിൻ്റെ അഭിഭാഷകനും ഇഡിയും തമ്മിൽ ശക്തമായ വാക്കേറ്റമാണ് നടന്നത്. പല കോടതികളും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം നിഷേധിച്ചിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തിന് 21 ദിവസത്തെ ഇടക്കാല ജാമ്യം ലഭിച്ചത്. ഇതോടെ ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് അരവിന്ദ് കെജ്രിവാൾ കാഴ്ചവെക്കാൻ പോകുന്നത്. ഒരു തരത്തിലും അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങാത്ത തരത്തിലായിരുന്നു കുറ്റപത്രവും സത്യവാങ്മൂലവും കോടതിയിൽ ഇഡി സമർപ്പിച്ചത്. കോൺഗ്രസിന് ഏത് വിധേനയും തകർക്കാൻ തയ്യാറെടുത്തിരുന്ന ഈ സമയത്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചു കിട്ടിയത്. ഇത് ഇഡിക്കും കേന്ദ്ര സർക്കാരിനും മോദിക്കും വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്.